ഈ ഫോങ്സ് എന്ന് പറയുന്ന വണ്ടി ഇത് ഏത് വേരിയൻ്റാണ്, പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഗ്രാൻഡ് വിറ്റാര കൊണ്ടുവന്നു, അതും ഈ ഫോങ്സും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് നമുക്ക് ജ്യോതിഷോട് ചോദിച്ച് മനസ്സിലാക്കാം. ജ്യോതിഷ് ഇപ്പം എനിക്ക് വേണ്ടി ഇപ്പം കുറച്ച് മെനക്കെടുന്നുണ്ട്. ജ്യോതിഷ് ഭായ് എനിക്ക് വേണ്ടി കുറച്ച് മെനക്കെടുന്നുണ്ടല്ലേ? പുതിയൊരു വണ്ടി കൂടെ പരിചയപ്പെടാം. ഫ്രോൺസിന്റെ ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ, ഒരു മിഡ് റേഞ്ച് 10 ലക്ഷം രൂപ റേഞ്ചിൽ ഒരു നോർമൽ ഒരു ഫാമിലിക്ക് മേടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഇത് പ്രത്യേകം 21 മൈലേജ് വരുന്നുണ്ട് ഈ വണ്ടി. ഓക്കെ, ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും സെയിം തന്നെ മൈലേജ് വരുന്നത്. ഇത് ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഫ്രോൺസിന് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ വരുന്ന ഒരു മോഡൽ. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വരുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഈ മോഡൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ തന്നെ പ്രൊജക്ട് ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ടച്ച് സ്ക്രീന്, സെൻട്രൽ ലോക്കിംഗ്, പവർ വിൻഡോസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്റീരിയറിലെ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. ഓക്കെ, സ്റ്റിയറിംഗിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കോൾ കണക്ടിവിറ്റിയുടെ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ 2 മീറ്റേഴ്സ് വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ഇൻബിൽറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡായിട്ടൊക്കെ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ടച്ച് സ്ക്രീനാണ്. AC വരുന്ന ഓട്ടോമാറ്റിക് ACയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. 4 ഡോറിലും സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോർസിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു